നമസ്കാരം. ഞാൻ ഈ പറയാൻ പോകുന്നൊരു കഥ ഒരു 2-3 വർഷം മുമ്പ് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞാണ്. അന്ന് എനിക്ക് ഇത്രയും ഫോളോവേഴ്സോ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ കഥ പറയാനായിട്ട് ഈ കഥയിലൊരു വ്യക്തി ഞാൻ അടുത്തിടയ്ക്ക് ഒന്നുകൂടെ കണ്ടപ്പം ഞാൻ തന്നെ ഈ സംഭവം ഓർക്കുകയും ഇത് നിങ്ങളിലേക്ക് പറയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഒരു നാട്ടിലേക്ക് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഒരു കണക്റ്റഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ ദുബായിൽ നിന്നാണോ അതോ അബുദാബിയിൽ നിന്നാണോ എനിക്കറിയില്ല കണക്ഷൻ ഫ്ലൈറ്റ്. അങ്ങനെ ആ കണക്ഷൻ ഫ്ലൈറ്റ് വന്നു. അവിടുന്ന് പോയ ആ ഒരു ഫ്ലൈറ്റിൽ 3 സീറ്റുള്ള വിമാനമാണ്. അപ്പം നടക്കുന്ന ആ സൈഡിലായിട്ട് ഞാനിരിക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രായമായൊരു വ്യക്തി ഇരിക്കുന്നു. വിൻഡോ സീറ്റിൽ ഏതോ ഒരു വ്യക്തി വരാനുണ്ട്. ഫ്ലൈറ്റ് പോകുന്നതിനൊരു തൊട്ട് മുമ്പായിട്ടൊരു ചെറുപ്പക്കാരനായൊരു പയ്യൻ ഓടി പിടിച്ച് വന്ന് അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ സമയം മുതൽ ഈ നടുക്കിരിക്കുന്ന പ്രായമായ വ്യക്തി ഈ സൈഡിലിരിക്കുന്ന വിൻഡോ സീറ്റിലിരിക്കുന്ന പയ്യനോട് സംസാരിക്കാൻ തുടങ്ങി. പൊതുവേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ചിലപ്പോൾ അന്നത്തെ വൈകിട്ട് ദിവസമായിരിക്കും നാട്ടിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ക്ഷീണം കാരണം ഞാൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി ഞാനങ്ങ് ഉറങ്ങി. മാത്രമല്ല ഈ മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഈ മനുഷ്യൻ സംസാരിക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറാണെന്നും ആ അറബിക്ക് റോൾസ് റോയ്സ് ഉൾപ്പെടെ ഒരുപാട് വണ്ടികളുണ്ടെന്നും വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് അറിയാമെന്നും എൻജിൻ്റെ പണികളൊക്കെ അറിയാമെന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അദ്ദേഹത്തിന് അറിയാം എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്പീഡിനെ പറ്റിയും വിമാനം എങ്ങനെ ടേക്ക് ഓഫ് ആവുന്നു, എങ്ങനെ പോകുന്നു, മേഘങ്ങൾക്കിടയിൽ കൂടെ എങ്ങനെ വിമാനം സർവൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, എത്ര അടി ഹൈറ്റിലൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ. അപ്പം ഏറെക്കുറെയൊക്കെ വിമാനത്തിനോടൊക്കെ ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ മനുഷ്യൻ പറയുന്ന പലതും തെറ്റാണെന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ കേട്ട പല കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ ഞാനിതൊന്നും തിരുത്താൻ പ്രത്യേകിച്ചൊന്നും പോയില്ല. ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല മനുഷ്യനെ. കാരണം ഞാനിങ്ങനെ ഉറങ്ങുന്ന പോലെ തന്നെ കിടന്നു, പൂർണ്ണമായും ഉറങ്ങുന്നില്ല. എന്നാൽ എൻ്റെ ആ മനുഷ്യൻ്റെ അടുത്തിരുന്ന ആ സൈഡ് സീറ്റിൽ ഇരുന്ന വ്യക്തി, ആ ചെറുപ്പക്കാരനായ വ്യക്തി, ഇയാൾ പറയുന്നതെല്ലാം ഇങ്ങനെ ആണോ ആഹാ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉള്ളിൽ പറഞ്ഞു, ആ പയ്യനൊരു കൂടി പോയാൽ 28-29 വയസ്സ് കാണും. ചില കാര്യങ്ങളൊക്കെ പിന്നെ അതായത് എന്താ പറയുക, ഇയാൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറഞ്ഞു, ഇത് പൊങ്ങിപ്പം തൊട്ട് ഇത്രയും സമയം ഒരേ സ്പീഡിലാണ് പോകുന്നത്, നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം അത് വെറും കള്ളത്തരമാണെന്നുള്ള കാര്യം ഒരു സാധാരണപ്പെട്ട വിമാനത്തെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ടേക്ക് ഓഫിങ്ങിനും ലാൻഡിങ്ങിനും ടേക്ക് ഓഫിൻ്റെ സ്പീഡൊന്നും റണ്ണിങ് ടൈമിൽ എടുക്കത്തില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ പയ്യൻ അത് വളരെ കാര്യമായിട്ട് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എനിവേ ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നു. എന്നാൽ ഈ ഫ്ലൈറ്റിൽ അന്നത്തെ ദിവസത്തെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പല എയർ ഹോസ്റ്റസ് ആൾക്കാരും ഈ സൈഡ് സീറ്റ് ഇരുന്ന പയ്യനെ കണ്ട് ഒരു പരിചയഭാവത്തിൽ ചിരിക്കുന്നതായിട്ട് ഞാൻ ഇടയ്ക്ക് എപ്പോഴും കണ്ടു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നു ലാൻഡ് ആയി ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പെട്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം എൻ്റെ സൈഡിൽ തന്നെ ഈ പയ്യൻ വന്ന് ഇങ്ങനെ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ആ പയ്യനോട് ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസിലെ കൊമേഴ്ഷ്യൽ പൈലറ്റാണ്. ഞാൻ ലണ്ടനിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൻ്റെ എനിക്ക് തോന്നുന്നു 747 ആണോ എയർബസ് 380 ആണോ ഞാൻ ഓർക്കുന്നില്ല, കാരണം 2-3 വർഷം മുമ്പത്തെ സംഭവമാണ്. എനിവേ ഇതിലേതോ ഒരു വിമാനമാണ്, 747 380 ആണ്. ഇതിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു തിരിച്ച് റീജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ നാട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഒരു വിമാനത്തിൻ്റെ പൈലറ്റാണ് ആ പയ്യൻ. ആ പയ്യനോടാണ് ഈ പ്രായമായ വ്യക്തി ഈ വിമാനത്തെപ്പറ്റി, അതും ഞങ്ങൾ പോയ വിമാനം ഒരു 320 ആണ്, നോർമൽ ഒരു ഫ്ലൈറ്റാണ്, ആ വിമാനത്തെപ്പറ്റി ഇങ്ങനെ വലിയ വാചാലനായത്. ശരിക്കും പറഞ്ഞാൽ ആ പയ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇയാൾ ആദ്യത്തെ അല്ല 2ാമത്തെ ബെഡായി അടിക്കുമ്പോൾ ഞാൻ പറയും, ചേട്ടാ ഞാൻ പൈലറ്റാണ്, നിങ്ങൾ ഈ പറയുന്ന മൊത്തം ബെഡായി ആണെന്നുള്ള കാര്യം എനിക്കറിയാം. വേണമെങ്കിൽ നമുക്ക് വേണം നാണം കെടുത്താം മനുഷ്യനെ. പക്ഷേ എനിക്കതിൽ ഒരു വലിയൊരു പാഠമായിരുന്നു. ആ പയ്യനോടൊരു എന്തെന്നില്ലാത്തൊരു അഭിമാനം അല്ലെങ്കിൽ എനിക്ക് അവനോട് തോന്നി, ഒരു റെസ്പെക്റ്റ് തോന്നി ആ പയ്യനോട്. കാര്യം തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും
എനിക്കൊന്നൊരു 3.5-4 മണിക്കൂറോളം ആ പയ്യൻ ഈ മനുഷ്യൻ പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ടിരുന്ന് കേട്ട്. അവൻ ലണ്ടനിൽ നിന്ന് വരുവാണ്. ഏകദേശം ഒരു 8 മണിക്കൂർ ഫ്ലൈയിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ നിന്ന് പോകുന്ന ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ഷീണം എനിക്കുള്ളൂ. അവൻ 7-8 മണിക്കൂർ ക്ഷീണിച്ച് വന്നവനും ഈ മനുഷ്യൻ പറയുന്ന എല്ലാം വളരെ കൃത്യമായിട്ടിരുന്ന് ആണോ അങ്ങനെയാണോ എന്നുകൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൊടുത്ത റെസ്പെക്റ്റ്, ശരിക്കും പറഞ്ഞാൽ അത് എനിക്കൊരു വലിയൊരു അഡ്വൈസ്, ഒരു പാഠമായിരുന്നു. ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഈ പയ്യനെ വളരെ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിൽ എനിക്ക് ഇവനൊരു മെസ്സേജ് അയച്ചു, ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ. അപ്പം അന്ന് ഞാൻ ഈ പയ്യനെ ട്രിവാൻഡ്രത്ത് കണ്ടപ്പം ഇവൻ പൈലറ്റ് ആയത് കാരണം ഞാൻ ഇവനെ തപ്പി എനിക്ക് ഫേസ്ബുക്കിലൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അത് അക്സെപ്റ്റ് ചെയ്തതും പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് കുറേ മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ആ പയ്യനെ പറ്റി ഓർത്തു. എനിവേ ഞാനൊരു നിങ്ങളിലേക്ക് പറയാണ്, നമ്മുടെ മുന്നിൽ വരുന്നൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മളവരെ ഇഗ്നോർ ചെയ്തില്ലെങ്കിലും നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. ആ പൈലറ്റായ പയ്യനുണ്ടായ നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിലായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. താങ്ക് യു.